സൗഹൃദരെ, കഥ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതിൽ ആത്മാവിനോടൊന്നും തോന്നരുതേ എന്ന് അപേക്ഷിച്ചു കൊള്ളുകയാണ്. പിന്നെ ഈ കഥ കൊച്ചുകുട്ടികൾ കേൾക്കരുത്. കാരണം ഇതിലുപയോഗിച്ചിരിക്കുന്ന ചില പദപ്രയോഗങ്ങൾ കുട്ടികൾ കേൾക്കാനുള്ളതല്ല. ഒന്നും തോന്നരുതേ. എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, പൂച്ചണ്ട്, പൂമാല, ചീത്തവിളി, കളിയാക്കൽ എന്നിവ കമന്റ് ബോക്സിലിട്ട് ഈ പാവം ആത്മാവിനെ വീർപ്പ് മുട്ടിക്കരുതെന്ന് താഴ്മയായി അപേക്ഷിച്ചു കൊള്ളുകയാണ്. ഒട്ടും സമയം കളയാതെ നമുക്ക് കഥയിലേക്ക് പോകാം. ഒന്ന് വേഗം നടക്കട പോയി, നേരം വെളുക്കാറായി എന്നും പറഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യൻ മുന്നിലേക്ക് നടന്നു. ശരിയച്ചായോ എന്നും പറഞ്ഞ് പിന്നാലെ വാസുവുമുണ്ട്. രാത്രിയുടെ 3-ാം യാമത്തിൽ അവർ ഇരുവരും ആരുടെയും കണ്ണിൽപ്പെടാതെ റബ്ബർ തോട്ടങ്ങൾക്കിടയിൽ കൂടി ശ്മശാനം ലക്ഷ്യമാക്കി നടക്കുകയാണ്. രാത്രിയിലെ കൊച്ചിപ്പിടിക്കുന്ന തണുപ്പ് വാസുവിന് അസഹ്യമായി തോന്നി. എന്നാൽ മൂടൽ മഞ്ഞിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് സെബാസ്റ്റ്യൻ മുന്നോട്ടേക്ക് തന്നെ നടന്നു. ആ മുഖത്ത് എന്തെന്നില്ലാത്ത ഗൗരവം തളം കെട്ടി നിന്നു. പക്ഷേ വാസുവിൽ ഒരു പേടി നിഴലിക്കുന്നുണ്ടായിരുന്നു. അച്ചായോ, നമുക്ക് ഈ പണി വേണോ? കാശിന് നേരെ വല്ലതും ചെയ്താൽ പോലെ. മനസ്സിൽ എന്തെന്നില്ലാത്തൊരു പേടി. നെഞ്ചു തടവിക്കൊണ്ട് വാസു പറഞ്ഞു, പിന്നെ എനിക്ക് വലിയ ആഗ്രഹമല്ലേ ഈ പണി ചെയ്യാൻ. ഒന്ന് വാടാ കൊച്ചനെ. അല്ലെങ്കിൽ നീ പറ, എന്തു പണിക്ക് കിട്ടും ഇത്രയും പണം? പറ. ചോദ്യഭാവത്തിൽ സെബാസ്റ്റ്യൻ ചോദിച്ചു. പെട്ടെന്ന് വാസു സെബാസ്റ്റ്യന്റെ തോളിൽ പിടിച്ചുകൊണ്ട്, അച്ചായൻ പറഞ്ഞു ശരിയാ, എന്നാലും മനസ്സിൽ എന്തെന്നില്ലാത്തൊരു പേടി. സെബാസ്റ്റ്യൻ തന്റെ നടത്തം നടത്തി വാസുവിനെ നേർക്ക് തിരിഞ്ഞു. എടാ കൊച്ചനെ, എനിക്ക് ഒട്ടും ആഗ്രഹമുണ്ടായിട്ടല്ല ഈ പണിക്ക് വന്നത്. നമ്മുടെയൊക്കെ ആവശ്യങ്ങളാ ഇവിടെ എത്തിച്ചത്. അടുത്ത ആഴ്ച നിന്റെ മക്കളുടെ ക്ലാസ് തുടങ്ങിയല്ലേ? അവർക്ക് ആവശ്യമായ യൂണിഫോമും ചെരുപ്പും മറ്റു പള്ളിക്കൂട സാമാനങ്ങളും വാങ്ങാനല്ലേ എന്നോടൊപ്പം നീ കൂടിയത്? അത് ശരിയാ ചായ, എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. അവരെങ്കിലും നല്ല രീതിയിൽ പഠിക്കട്ടെ. പുതിയ ഉടുപ്പും ചെരുപ്പും ബാഗുമൊക്കെ ഇട്ടുകൊണ്ട് അവർ പോകുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരു കുളിര. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യിച്ചായ വാസു പറഞ്ഞു നിർത്തി. അത് തന്നെയാടാ എൻ്റെ അവസ്ഥ. എൻ്റെ ഭാര്യ എലിസ, അവൾ കിടപ്പിലായിട്ട് വർഷങ്ങൾ കുറേയായി. പാവം, അവളുടെ അസുഖം എനിക്ക് മാറ്റിയെടുക്കണടാ. എന്നെ വിശ്വസിച്ച് നാടും വീടും വിട്ടിറങ്ങി വന്നവളാ. എൻ്റെ എലിസയെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണം. ഇത് പറയുമ്പോൾ സെബാസ്റ്റ്യൻ കരച്ചിലിന്റെ വക്കത്തെത്തിയിരുന്നു. എൻ്റെ ഇച്ഛായ, എല്ലാം ശരിയാകും, വാ നമുക്ക് നമ്മുടെ പണി തീർക്കണം എന്നും പറഞ്ഞ് വാസു സെബാസ്റ്റ്യനെ മുന്നോട്ടേക്ക് നയിച്ചു. പൂർണ്ണചന്ദ്രന്റെ വെളിച്ചത്തെ കോടമഞ്ഞ് ഭാഗികമായി തടഞ്ഞുകൊണ്ടിരുന്നു. ഇതേ സമയം കാവിലെ ഉത്സവം കണ്ട് മടങ്ങി വരികയായിരുന്നു കോളേജ് സഹപാഠികളായിരുന്ന ടോണിയും ചന്തുവും. ആ ചെണ്ടമേളം ഒരു രക്ഷയില്ലായിരുന്നു അല്ലേടാ? ചന്തുവിന്റെ തോളിൽ തട്ടിക്കൊണ്ട് ടോണി പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാത്ത മട്ടിൽ ചന്തു മുന്നോട്ടേക്ക് ഒരു യന്ത്രം കണക്കെ നടന്നു. എടാ പുല്ലേ, ഞാൻ പറഞ്ഞത് നീ വല്ലതും കേട്ടോ എന്നും പറഞ്ഞ് ടോണി അല്പം ദേഷ്യത്തോടെ ചന്തുവിന്റെ തോളിൽ പിടിച്ചു. നിനക്കെത്ര ഭ്രാന്താ എന്നും പറഞ്ഞ് ചന്തു ടോണിക്ക് നേരെ തിരിഞ്ഞു. നീ ഏതു ലോകത്താ? ഞാൻ ഇത്രയും നേരം പറഞ്ഞ നീ വല്ലതും കേട്ടിരുന്നോ? ഓ ഐ ആം ദി സോറി അളിയാ. മനസ്സ് മുഴുവൻ അവളായിരുന്നു. ചന്തു ചെറു നാണത്തോടെ പറഞ്ഞു. ആര്? ടോണി സംശയഭാവത്തിൽ ചോദിച്ചു. എടാ, അവള് ലീലമാമിയുടെ മകൾ വർണ്ണ. എന്നാൽ ടോണിക്ക് അപ്പോഴും ആളെ മനസ്സിലായില്ല. ടോണിയുടെ മുഖത്തെ നേരിച്ച സംശയഭാവം കണ്ട ചന്തുവിന് കാര്യം പിടികിട്ടി. എടാ വഴുവലെ, പണ്ട് നമ്മളോടൊപ്പം സ്കൂളിൽ പഠിച്ച മുഖമൊത്ത മുഖക്കുരുള്ള പെണ്ണ്,
നമ്മൾ അവളെ എപ്പോഴും കളിയാക്കുമായിരുന്നു. ഓ, നമ്മുടെ കുരുവർണ്ണ. ഇപ്പോൾ ആളെ പിടികിട്ടിയത്. അവളിവിടെ ഉണ്ടായിരുന്നോ? ടോണി ചോദിച്ചു. അയ്യടൻ്റെ മോനെ, അത് കൊള്ളാം. ഉത്സവത്തിന് വന്ന എല്ലാ ചെറുപ്പക്കാരുടെയും നോട്ടം അവളിലേക്കായിരുന്നു. എന്നിട്ട് നീ മാത്രം കണ്ടില്ല. ചിരിച്ചുകൊണ്ട് ചന്തു പറഞ്ഞു. എടാ, നിനക്കറിയാലോ, ചെണ്ടമേളം അതെൻ്റെ ഒരു വീക്ക്നെസ്സാണ്. അത് കണ്ടുപോയാൽ പിന്നെ ചുറ്റുമുള്ളതൊന്നും എനിക്ക് കാണാൻ സാധിക്കില്ല. ഇനി എപ്പോഴെങ്കിലും കാണാം. ഏതായാലും നീ വേഗം നടക്ക്. നല്ല രീതിയിൽ കോടമഞ്ഞ് വീഴുന്നുണ്ട്. വേഗം വീട്ടിലെത്തണം എന്നും പറഞ്ഞ് ടോണി ചന്തുവിൻ്റെ കൈയും പിടിച്ച് വേഗം നടക്കാൻ തുടങ്ങി. മാനത്ത് ചെറിയ രീതിയിൽ ഇടിവെട്ടുന്നുണ്ട്. നല്ല മഴയ്ക്കുള്ള സാധ്യതയാണെന്ന് സെബാസ്റ്റ്യന് ബോധ്യമായി. എന്നാൽ തന്നോടൊപ്പമുള്ള വാസുവിൽ നല്ല രീതിയിൽ ഭയം നിലച്ചിരിക്കുന്നതും സെബാസ്റ്റ്യൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം റബ്ബർ തോട്ടത്തിലെ കൊതുകുകളുടെ കടിയും സഹിക്കുന്നതിലും അപ്പുറമായിരുന്നു. ഇതിനെല്ലാം പ്രതിവിധിയായി സെബാസ്റ്റ്യൻ ഉറക്കെ പാടുവാൻ തുടങ്ങി. ആ പാട്ടിൽ വാസുവും ഒപ്പം ചേർന്നു. അപ്പോഴും അന്തരീക്ഷത്തിൽ മൂടൽ മഞ്ഞ് തങ്ങി നിന്നു. I'm changing who I am. I'm making a new plan, rearranging my life, and you can't stop what's moving. You can't stop what's moving. I'm changing my life, and I won't look back ever again. അച്ചായോ, ഞാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞതുമില്ല. അങ്ങ് ഇത്രയും വലിയൊരു ഇംഗ്ലീഷ് പണ്ഡിതനായിരുന്നു. ഒരു ചെറു പുഞ്ചിരി പാസാക്കിക്കൊണ്ട് വാസു പറഞ്ഞു നിർത്തി. ഒന്ന് പോടാവേ. ഇത് വീടിൻ്റെ അടുത്ത് ഒരു ചെറുക്കനുണ്ട്. നേരം വെളുത്ത ഒരു ഗിത്താറും എടുത്തോട്ട് ആ ഒരു പാട്ട് പാടാൻ തുടങ്ങും. അങ്ങനെ കേട്ട് കേട്ട് ഈ പാട്ട് എനിക്കിപ്പോൾ കാണാപ്പാടമായി. അങ്ങനെ വരട്ടെ ആശാനേ. അടുത്ത നിമിഷം മാനത്ത് ശക്തമായി ഇടിവെട്ടി. അതിനെ തുടർന്ന് മഴയും ചൊരിയുവാൻ തുടങ്ങി. അയ്യോ, എടാ, മഴ തുടങ്ങിയല്ലോ. എടാ, തോണ്ടേ, അത് നമ്മുടെ നാണുപ്പൂപ്പൻ്റെ കൂരയല്ലേ? വാ, അവിടെ പോയി നിൽക്കാം എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് ചന്തു നാണുപ്പൂപ്പൻ്റെ കൂര ലക്ഷ്യമാക്കി ഓടി. പിന്നാലെ ടോണിയും. കേറി വാ മക്കളെ, ഉത്സവം കാണാൻ പോയതായിരിക്കും അല്ലയോ? അവിടെ കത്തിച്ചു വച്ചിരുന്ന റാന്തൽ വെളിച്ചത്തിൽ പല്ലില്ലാത്ത മോണ കാട്ടി ചിരിച്ചുകൊണ്ട് നാണുപ്പൂപ്പൻ ചോദിച്ചു. ഓ, പോയിട്ട് വരുന്ന വഴിയാ അപ്പോഴാ ഈ നശിച്ച മഴ. ആട്ടെ, അപ്പൂപ്പൻ എന്തിനാ ഉറങ്ങാതിരിക്കുന്നത്? എന്തു പറ്റി? ചന്തു ചോദിച്ചു. അപ്പോഴേക്കും ടോണിയും അകത്ത് വന്നിരുന്നു. പുറത്ത് ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ നേരം സെബാസ്റ്റ്യനും വാസുവും ശ്മശാനത്തിൻ്റെ ഗേറ്റ് കടന്നിരുന്നു. എന്ത് മഴ അച്ചായ, മുന്നിലൊന്നും കാണാൻ പറ്റുന്നില്ല. മുഖത്ത് പതിക്കുന്ന മഴത്തുള്ളികൾ തുടച്ചു മാറ്റിക്കൊണ്ട് വാസു പറഞ്ഞു. എടാ കൊച്ചനെ, എൻ്റെ ചന്തി കാണാൻ പറ്റുന്നില്ലേ? അത് നോക്കി വന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കൊള്ളാം. പൊട്ടിച്ചിരിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു നിർത്തി. അച്ചായോ, ഒന്നാതെ ശ്മശാനമാണ്, ഇവിടെയെങ്കിലും ഒന്ന് കളി പറയാതിരുന്നൂടെ? ഇതും പറഞ്ഞ് വാസു സെബാസ്റ്റ്യനോടൊപ്പം നടക്കുവാൻ തുടങ്ങി. മാനത്ത് പിണരുന്ന മിന്നൽ വെളിച്ചത്തിൽ ശ്മശാനത്തിൻ്റെ അങ്ങിങ്ങായി ചില കറുത്ത നിഴൽ രൂപങ്ങൾ തെളിഞ്ഞു വരുന്നത് വാസു വ്യക്തമായി കണ്ടു. എന്നാൽ തൻ്റെ കുട്ടികളെ ഓർത്ത് സെബാസ്റ്റ്യനോട് ഒന്നും പറഞ്ഞില്ല. വാസു നല്ലവണ്ണം പേടിക്കുന്നുണ്ടെന്ന് അച്ചായനും മനസ്സിലായി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ഒരു കൂട്ടം കാട്ടുനായ്ക്കൾ അവർക്ക് നേരെ പാഞ്ഞെടുത്തത് അവർ ഇരുവരും കണ്ടു. എന്തു ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു നിന്നുപോയ വാസുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ ഒരു കല്ലറയ്ക്ക് പിന്നാലെ ഒളിഞ്ഞു. അതേ സമയത്തായിരുന്നു അവിടെ ഒരു മിന്നൽ വന്ന് പതിച്ചത്. ഇത് കണ്ട് ഭയന്നുപോയ നായ്ക്കൾ വേഗം തന്നെ അവിടുന്ന് സ്ഥലം വിട്ടു. അപ്പോൾ മാത്രമാണ് അവർ ഇരുവർക്കും ശ്വാസം നേരെ വീണത്. കുറച്ചുനേരം അവർ അവിടെ തന്നെ തങ്ങി. മണ്ണെണ്ണ വിളക്കിൽ കുറച്ചുകൂടി മണ്ണെണ്ണ ഒഴിച്ചപ്പോൾ കത്തിക്കൊണ്ടിരുന്ന തീനാളം ശക്തമായി കത്തുവാൻ തുടങ്ങി. പുറത്ത് മഴയും അതിനോടൊപ്പമുള്ള നനഞ്ഞ മണ്ണിൻ്റെ ഗന്ധവും
കൂരയ്ക്കുള്ളിലെ ചെറുചൂടും എല്ലാം കൂടി ടോണിയെ ത്രില്ലടിപ്പിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ചന്തു മറ്റൊരു ചിന്തയിലായിരുന്നു. ഇത് ശ്രദ്ധിച്ച ടോണി ചന്തുവിനെ തട്ടി വിളിച്ചുകൊണ്ട് കാര്യം തിരക്കി. അതിനുത്തരമെന്നോണം ചന്തു, വേറെ ഒന്നും അല്ലളിയ, വേഗം വീട്ടിലെത്താനാ അമ്മ പറഞ്ഞിരിക്കണേ. രാത്രിയായ ഡൊറോത്തി മദാമിയുടെ പ്രേതമല്ലേ, അവ ഇറങ്ങുമെന്നും അതുമൂലം രാത്രി സഞ്ചരിക്കുന്നവരെ അവൾ വേട്ടയാടി അവരെ തന്നെ ഭക്ഷിക്കുമെന്നാ പറയണത്. എന്ത് ചെയ്യാനാ അളേ, നീ പറ, ഞാൻ എന്നാ കൊച്ചുകുട്ടിയാണോ? ചന്തുവിൻ്റെ മുഖത്ത് തെളിഞ്ഞ വ്യസനത കണ്ട് ടോണി ചിരിച്ചു. ഇത് ചന്തുവിൽ ചെറുതായി ഒന്ന് ചൊടിപ്പിച്ചിരുന്നു. അത് മനസ്സിലാക്കിയ ടോണി വേഗം തന്നെ ആ സന്ദർഭം മാറ്റുവാനായി ഡൊറോത്തി മദാമിയുടെ വിഷയം എടുത്തിട്ടു. അല്ല ചന്തു, ഈ നാട്ടിൽ വന്നിട്ട് ഞാൻ കുറച്ച് വർഷങ്ങളായി. അപ്പോൾ മുതൽ കേൾക്കാൻ തുടങ്ങിയതാ ഈ ഡൊറോത്തി മദാമിയുടെ പ്രയത്തെക്കുറിച്ച്. ശരിക്കും എന്താ അതിൻ്റെ പിന്നിലെ കഥ നിനക്കറിയാമോ? ടോണി ചന്തുവിനെ നോക്കി ചോദിച്ചു. ആർക്കറിയാം, ഇതൊക്കെ മറ്റേ പഴയ കാലത്തെ ആളുകൾ വെറും നേരം പോക്കിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ. ഇത് പറഞ്ഞു തീരും മുമ്പ് തന്നെ ചന്തുവിൻ്റെ പിൻതലയിൽ കൈകൾ കൊണ്ടുള്ള ഒരു അടി വന്ന് പതിച്ചതും ഒപ്പമായിരുന്നു. അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് ചന്തു മുന്നോട്ടേക്കാഞ്ഞു. ഒന്നും മനസ്സിലാവാതെ എന്തിനാ ചന്തുവിനെ അടിച്ചു എന്ന സംശയമട്ടിൽ ടോണി നാണുമുത്തശ്ശനെ നോക്കി. ആ മുഖത്ത് എന്തെന്നില്ലാത്ത ഭയവും ദേഷ്യവും തെളിഞ്ഞു കാണാമായിരുന്നു. എന്താടാ പറഞ്ഞത്? കള്ള ചള്ളു ചെക്ക, അറിഞ്ഞുകൂടെങ്കിൽ ഒന്നും പറയരുത്. ഒരു കാലത്ത് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിച്ച വേദനയും ഭയവും നിന്റെ ഈ കാലത്തെ ആളുകൾക്ക് ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അവൻ്റെ ഒരു തള്ളുകഥ. ഇനി നീ വല്ല വാക്കും മിണ്ടിയ അഴുക്കപ്പായില അടിച്ച് പുറത്താക്കി കളയും. ഇത് കേട്ട് ചന്തുവും ടോണിയും ഒന്നും പറയാതെ ഒരു പ്രതിമ കണക്കെ അനങ്ങാതിരുന്നു. നാണു അപ്പൂപ്പനെ ഇത്രയും ദേഷ്യത്തിൽ അവർ ഇരുവരും ഇതുവരെ കണ്ടിട്ടില്ല. സമയം കടന്നുപോയിക്കൊണ്ടിരുന്നു. അജായോ, അവറ്റകൾ പോയെന്നാ തോന്നണേ എന്നും പറഞ്ഞുകൊണ്ട് വാസു ചുറ്റും നോക്കി. എങ്ങും കൂരിരുട്ട് മാത്രം. പൂർണ്ണചന്ദ്രന്റെ നിലാവിനെ കാർമേഘങ്ങൾ മറഞ്ഞിരുന്നു. ശക്തമായി പെയ്തിറങ്ങുന്ന മഴയുടെ ശബ്ദമല്ലാതെ അവിടെ വേറൊന്നും കേൾക്കാൻ സാധിച്ചില്ല. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ടോർച്ച് കത്തിച്ചുകൊണ്ട് സെബാസ്റ്റ്യൻ ചുറ്റും നോക്കി. ആരുമില്ല അവിടെ എന്ന് ബോധ്യമായതോടെയാണ് അച്ചായന് സമാധാനമായത്. അപ്പോൾ മാത്രമാണ് അവർ അവരുടെ അടുത്തുള്ള ആ കല്ലറ ശ്രദ്ധിച്ചത്. നല്ല പഴക്കമുണ്ടെങ്കിലും ഒരുപാട് അലങ്കാര പണികൾ ചെയ്ത ശവക്കല്ലറയായിരുന്നു അത്. പക്ഷേ അതിൻ്റെ മീതെ എഴുതിയിരിക്കുന്നതെല്ലാം മാഞ്ഞുപോയി. അങ്ങിങ്ങായി ചില വാക്കുകൾ മാത്രം കാണാം. ഡി ഡി ആശാനെ, ആദ്യ അക്ഷരം ഡി എന്നാ എഴുതിയിരിക്കണേ, വാസു പറഞ്ഞു. അമ്പട ജിഞ്ചാക്കിനി, നിനക്ക് വായിക്കാനൊക്കെ അറിയോ കള്ള വടുവ? വാസുവിൻ്റെ തോള് തട്ടിക്കൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു. എന്ത് പറയാനാ ചായ, കുട്ടികൾ പഠിപ്പിച്ചു തന്നതാ. പക്ഷെ കൂട്ടി വായിക്കാനൊന്നും അറിഞ്ഞുകൂടാ. ഏതായാലും അതും പഠിക്കണം. പതി എഴുന്നേറ്റുകൊണ്ട് വാസു പറഞ്ഞു. അപ്പോ ഇനി ഒന്നും നോക്കണ്ട, പണി സാധനം എടുത്തോ, ഇത് പൊളിക്കാം എന്നും പറഞ്ഞ് സെബാസ്റ്റ്യൻ തൻ്റെ കയ്യിലെ പാരക്കോലെടുത്തുകൊണ്ട് ആ കല്ലറയ്ക്ക് ചുറ്റുമുള്ള മണ്ണ് വകഞ്ഞു മാറ്റുവാൻ തുടങ്ങി. ഒപ്പം വാസു അതിൽ പങ്കുചേർന്നു. മുത്തശ്ശ പോട്ടെ, അവനെന്തോ അറിയാതെ പറഞ്ഞു പോയതാ, വിട്. നാണു മുത്തശ്ശൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ടോണി പറഞ്ഞു. അപ്പോഴും ചന്തു ഒന്നും മിണ്ടിയില്ല. ഇയാളെ എങ്ങനെ ചവിട്ടിക്കൂട്ടാമെന്ന ചിന്തയിലായിരുന്നു അപ്പോഴും ആ ചെറുപ്പക്കാരൻ. പോട്ടെ, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു. സാരമില്ല, എന്നോട് ദേഷ്യം തോന്നരുത്. തോന്നിയാലും എനിക്കൊന്നുമില്ല. ചന്തുവിനെ നോക്കി നാണു പറഞ്ഞു. മുത്തശ്ശ, ആരാ ഈ ഡൊറോത്തി മദാമ? അവരെന്തിനാ ഈ നാട്ടുകാർ ഇപ്പോഴും പേടിക്കുന്നത്? വെള്ളക്കാര് ഇവിടെ നിന്ന് പോയിട്ട് കുറേ വർഷങ്ങളായില്ലേ? ഡൊറോത്തി മദാമയല്ല, ഡൊറോത്തി മദാമയുടെ ദുരാത്മാവിനെയാണ് ഇവിടെ എല്ലാവർക്കും പേടി. പുറത്ത് ശക്തമായൊരു മിടി മുഴങ്ങി. ടോണിയും ചന്തുവും മുന്നോട്ടേക്ക് ആഞ്ഞു. നാണുമുത്തശ്ശൻ ഒരു ദീർഘശ്വാസം വിട്ടുകൊണ്ട് പറയുവാൻ ആരംഭിച്ചു. പക്ഷേ ആ ശ്വാസം പോയത്
മുകളിൽ നിന്നാണോ താഴെ നിന്നാണോ എന്ന് ചന്തുവിന് നല്ല സംശയമുണ്ടായിരുന്നു. പണ്ട് പണ്ട് പണ്ട്. പെട്ടെന്ന് നാണുമുത്തശ്ശൻ്റെ വാക്കുകളെ കീറിമുറിച്ചുകൊണ്ട് ചന്തു, മുത്തശ്ശൻ എന്താ പെണ്ണ് കിട്ടാത്തത്? ഇത് കേട്ട് നാണുമുത്തശ്ശൻ്റെ മുഖം ദേഷ്യത്താൽ ചുവന്നു. ടോണി പതിയെ പുറകിലോട്ടേക്ക് നീങ്ങിയിരുന്നു. അടുത്തെന്താണ് നടക്കുവാൻ പോകുന്നതെന്ന് ഒരു ചെറു സൂചന കിട്ടിയതുപോലെ. അഴുക്ക പാട്ടി പൊലയാടി ചെരപ്പേ, ഇനി നീ വാ തുറന്നാ നല്ല മുഴുത്ത മരിച്ചിനിയുണ്ട് നിന്റെ വായിലടിച്ച് കയറ്റിക്കളയും. മിണ്ടാതിരടാ ചെരപ്പേ. ഏത് സമയത്താണോ എന്തോ ഇതിനെയൊക്കെ വിളിച്ച് കയറ്റാൻ തോന്നിയത്. പല്ലില്ലാത്ത മോണ കടിച്ചുകൊണ്ട് നാണുമുത്തശ്ശൻ പറഞ്ഞു നിർത്തി. നാണുമുത്തശ്ശൻ്റെ വാക്കുകളോടൊപ്പം ചീറ്റിത്തെറിച്ച തുപ്പൽ കണികകൾ തുടച്ചു മാറ്റിക്കൊണ്ട് ടോണി, മുത്തശ്ശ എന്നിട്ടാ അവിടെ ചെന്ന് കുനിഞ്ഞിരി. അഴുക പയലുകൾ കഥ പറയാനുള്ള ആ ഒരു മൂഡ് പോയി. മഴ നിലച്ചിരിക്കുന്നു. മെല്ലെ മെല്ലെ ചീവിടുകളുടെ ശബ്ദം ഉയർന്നു വന്നു. എൻ്റെ പൊന്നിച്ചായ, ഒരുവിധം പെട്ടിയുടെ മൂടി തുറക്കാനുള്ള മണ്ണ് മാറ്റി. ഇനി തുറക്കാമല്ലോ? വാസു ചോദിച്ചു. ആകാശത്തേക്ക് നോക്കിയ സെബാസ്റ്റ്യൻ, സമയം 4 ഇനി ഒട്ടും വൈകണ്ട, തുറക്ക. ഇതും പറഞ്ഞ് സെബാസ്റ്റ്യനും വാസുവും ശവക്കല്ലറയുടെ മൂടി മാറ്റുവാൻ തുടങ്ങി. കുറച്ചു സമയത്തെ വീർപ്പ് മുട്ടലിന് ശേഷം ആ മൂടി മാറ്റി. ഉള്ളിൽ നല്ല ഇരുട്ടായതിനാൽ സെബാസ്റ്റ്യൻ ഉള്ളിലേക്ക് ടോർച്ചടിച്ചു. ഒരു ചുവന്ന ഗൗൺ ധരിച്ച സ്വർണ്ണമുടിക്കാരി മദാമയുടെ ശവശരീരം. പുല്ലി, ഇത്രയും കഷ്ടപ്പെട്ടത് വെറുതെ ആയല്ലോ. സെബാസ്റ്റ്യൻ തലയിൽ കൈയും വച്ചിരുന്നു പോയി. എന്തു പറ്റി ആശാനെ? വാസു കാര്യം തിരക്കി. എടാ മണ്ട, നമുക്ക് വേണ്ടത് എല്ലും കൂടവാ, അല്ലാതെ ശവശരീരമല്ല. ഇത് 1, 2, 3 ദിവസം മുമ്പ് കുഴിച്ചിട്ട ശരീരമാണ്. അതുകൊണ്ടാ ആ ശരീരം അഴുകി തുടങ്ങാത്തത്. ഇനി എന്ത് ചെയ്യിച്ചായ? ഇനി എന്ത് ചെയ്യാൻ? നേരം വിളിക്കുന്നതിന് മുമ്പ് ആ കല്ലറ അടച്ച് പഴയതുപോലെ ആക്കണം. ഇതും പറഞ്ഞ് സെബാസ്റ്റ്യനും വാസുവും കല്ലറയ്ക്കടുത്ത് നടന്നു. എന്തോ സംശയം തോന്നിയ വാസു ഒന്നും കൂടി ആ കല്ലറയ്ക്കകത്ത് വെളിച്ചം വീശി. അയാളുടെ കണ്ണുകൾ തിളങ്ങി. അച്ചായോ, ഓടിവാ, ഇത് കണ്ടോ? വാസുവിന്റെ വിളി കേട്ട് സെബാസ്റ്റ്യൻ ഓടിയെത്തി. എടാ പുല്ലേ, പതുക്കെ വിളി, ആരെങ്കിലും കേൾക്കും. എന്താ കാര്യം? സെബാസ്റ്റ്യൻ കാര്യം തിരക്കി. അച്ചായ, ഇത് ഏതോ മദാമയുടെ ശവശരീരമാണ്. ശരിയാണല്ലോ, മദാമയുടെ ശരീരം. എങ്ങനെ ഇവിടെ? ഞാനിവിടെ ഒരുപാട് കൊല്ലം ഇവിടെ ജീവിച്ചതാണ്. എന്നിട്ട് ഇതുവരെ ഒരു മദാമയും ഞാനിവിടെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ? തല ചൊറിഞ്ഞുകൊണ്ട് സെബാസ്റ്റ്യൻ പറഞ്ഞു. അതെന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ ഇത് കണ്ട? വാസു ആ ശരീരത്തിന്റെ മാറിടത്തിലേക്ക് വെളിച്ചം വീശി. ആ കാഴ്ച കണ്ട സെബാസ്റ്റ്യൻ ഒന്ന് ഞെട്ടി. എന്തായത്? ഒരു വലിയ കുറ്റി ശരീരത്തിന്റെ ഹൃദയഭാഗത്ത് തറച്ചു വച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വാസു സെബാസ്റ്റ്യനെ തട്ടി വിളിച്ചുകൊണ്ട്, എൻ്റെ ആശാനെ, അതെന്തെങ്കിലും ആവട്ടെ. അച്ചായൻ അത് ശ്രദ്ധിച്ചോ? ആ നെഞ്ചി തറച്ചു വെച്ച കമ്പ്, അത് വെട്ടിത്തിളങ്ങുന്നുണ്ടല്ലോ, ഒരുതരം സ്വർണം പോലെ. നേരാണല്ലോടാ, ഞാനും ഇതിപ്പോഴാണ് ശ്രദ്ധിച്ചത്. അതിൻ്റെ തിളക്കം കണ്ടിട്ട് സ്വർണമാവാനാ സാധ്യത. ഇത് കേട്ട വാസുവിൻ്റെ കണ്ണുകൾ തിളങ്ങി. അയാൾ വേഗം ശവക്കല്ലറയ്ക്കുള്ളിൽ ചാടി ആ കുറ്റി വലിച്ചൂരുവാനും ശ്രമിച്ചു. വാസു, നിൽക്ക്! ഇങ്ങനെ ഒരു കുറ്റി തറച്ച ശരീരം, അത് മറവ് ചെയ്തിരിക്കുന്നു. അതിൻ്റെ പിന്നിൽ എന്തോ വലിയ കാരണം ഉണ്ടായിരിക്കൂടാ. എന്നാൽ സെബാസ്റ്റ്യൻ പറഞ്ഞു തീരും മുമ്പ് വാസു ആ സ്വർണ്ണക്കുറ്റി വലിച്ചൂരിയിരുന്നു. വാനത്ത് ശക്തമായ ഇടി മുഴങ്ങി. അതിന് കൂട്ടായി മിന്നൽ പണർപ്പുകൾ അങ്ങിങ്ങായി പതിക്കുവാനും തുടങ്ങി. പ്രകൃതിക്കുണ്ടായ ഈ മാറ്റം സെബാസ്റ്റ്യനിൽ നല്ല രീതിയിൽ ഭയമുണ്ടാക്കി. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ വാസു
ആ സ്വർണ്ണക്കുറ്റിയിൽ പറ്റിയിരിക്കുന്ന കറുത്ത ദ്രാവകം തുടച്ചു മാറ്റിക്കൊണ്ടിരുന്നു. പെട്ടെന്നായിരുന്നു വാസുവിൻ്റെ കാലിൽ ഒരു കൈ വന്ന് പതിച്ചത്. ഒരു ഞെട്ടലോടെ വാസു നിലത്തേക്ക് നോക്കി. അയാൾ ഭയത്താൽ വിറയ്ക്കുവാൻ തുടങ്ങി. ആ ശവശരീരത്തിൻ്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. പക്ഷേ കണ്ണുകളിൽ കൃഷ്ണമണിയില്ലായിരുന്നു. അവൾ മെല്ലെ പുഞ്ചിരിച്ചു, കൂർത്ത കൊമ്പല്ലുകൾ പുറത്തു കാട്ടിക്കൊണ്ട്. ഭയത്തിൻ്റെ മൂർത്താവിലെത്തിയ വാസു നിലവിളിച്ചുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ ശ്രമിച്ചു. പക്ഷേ സാധിച്ചില്ല. വാസുവിൻ്റെ നിലവിളി കേട്ട സെബാസ്റ്റ്യൻ വേഗം കല്ലറയ്ക്കുള്ളിൽ വെളിച്ചം വീശി. അയാളുടെ കണ്ണുകളെ അയാൾക്ക് തന്നെ വിശ്വസിക്കാൻ സാധിച്ചില്ല. സെബാസ്റ്റ്യൻ എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ സ്ത്രീ ശരീരം വാസുവിനെ വലിച്ച് നിലത്തിടുകയും അവളുടെ ശക്തമായ കരങ്ങൾ കൊണ്ട് വാസുവിനെ വരിഞ്ഞു മുറുകുകയും ചെയ്തു. എന്നാൽ അതിനു മുൻപ് വാസു തൻ്റെ കയ്യിലെ സ്വർണ്ണക്കുറ്റി സെബാസ്റ്റ്യന്റെ നേർക്ക് വലിച്ചെറിഞ്ഞിരുന്നു. കുറച്ചകലെ നിന്നായി ഒരു കൂട്ടം നായ്ക്കൾ ആക്രോശത്തോടെ തൻ്റെ അടുത്തേക്ക് പാഞ്ഞു വരുന്നത് ടോർച്ചിന്റെ വെളിച്ചത്തിൽ സെബാസ്റ്റ്യൻ കണ്ടു. ഇനി തനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ വേഗം ആ സ്വർണ്ണക്കുറ്റിയും എടുത്തുകൊണ്ട് റബ്ബർ വിള ലക്ഷ്യമാക്കി ഓടി. പുറകെ നായ്ക്കളുമുണ്ടായിരുന്നു. ആ സ്ത്രീരൂപം തൻ്റെ കൊമ്പല്ലുകൾ കൊണ്ട് വാസുവിൻ്റെ കഴുത്തിലെ ഞരമ്പുകളെ കടിച്ചു മുറിച്ചു. അതിൽ നിന്ന് ഒഴുകി വരുന്ന രക്തത്തുള്ളികളെ അവൾ വളരെ ആസ്വദിച്ച് കുടിക്കുവാനും ആരംഭിച്ചു. മെല്ലെ വാസുവിൻ്റെ കണ്ണുകൾ അടയുവാൻ തുടങ്ങി. അല്പസമയത്തിനകം ആ സ്ത്രീരൂപം ഒരു വന്യമൃഗം കണക്കി വാസുവിൻ്റെ ശരീരത്തെ ഭക്ഷിക്കുവാൻ ആരംഭിച്ചു. അവളുടെ ശരീരം മെല്ലെ മാറുവാൻ തുടങ്ങി. ശരീരത്തിലെ രക്തപ്രസാദം കൂടിക്കൂടി വന്നു. വാസുവിൻ്റെ പകുതി ശരീരവും അവൾ ഭക്ഷിച്ചിരുന്നു. അതിനുശേഷം മാനത്തേക്ക് നോക്കി അവൾ ആക്രോശിച്ചു. താൻ സ്വതന്ത്രയായിരിക്കുന്നു എന്ന സന്തോഷത്തോടെ. അവളുടെ ശരീരത്തിൽ വാസുവിൻ്റെ ചുടുചോര പറ്റിക്കിടപ്പുണ്ടായിരുന്നു. കാറ്റ് ശക്തമായി വീശിയടിച്ചു. ഞാൻ പറഞ്ഞു വന്നത് പണ്ട് 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 ബ്രിട്ടീഷുകാരുടെ സമയം. അന്നെനിക്ക് 10 or 9 വയസ്സോ കാണും. കൂട്ടുകാരോടൊപ്പം തൊടിയിലും കുളത്തിലും കളിച്ചു കൊണ്ടിരുന്ന കാലം. അതായിരുന്നു സമയം. ആ സമയത്തായിരുന്നു ഒരു വെള്ളക്കാരൻ ഡോക്ടറും അയാളുടെ ഭാര്യ ഡൊറോത്തി മദാമയും ഇവിടെ വരുന്നത്. വളരെ നല്ലവരായിരുന്നു. അഥവാ നല്ലവരെ പോലെ അഭിനയിക്കുകയായിരുന്നു. നാട്ടിലെ എല്ലാവർക്കും അവളെ വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ കാലം കഴിയും തോറും നമ്മുടെ നാട്ടിൽ നിന്നും ആളുകളെ കാണാതാവാൻ തുടങ്ങി. ആണെന്നോ പെണ്ണെന്നോ കുട്ടിയെന്നോ വയസ്സായതാണെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കാം എന്ന് നമ്മളെല്ലാവരും വിശ്വസിച്ചത്. അതോടെ നാട്ടിലാരും പുറത്തിറങ്ങാതായി. എന്നാൽ ഭയത്തെക്കാൾ വലുത് ഒന്നുണ്ട്. അതാണ് വിശപ്പ്. ഗത്യന്തരമില്ലാതെ എല്ലാവരും കൂട്ടമായി പണിയെടുക്കുവാൻ തുടങ്ങി. എല്ലാം പഴയതുപോലെയായി. ആ ഇടയ്ക്കായിരുന്നു വിട്ടുമാറാത്ത പനി എനിക്ക് വന്നത്. മരുന്നിനായി എൻ്റെ അമ്മ ഡൊറോത്തി മദാമയുടെ വീട്ടിലേക്ക് പോയി. സമയം പാതിരാത്രിയായി. പക്ഷേ അമ്മ മടങ്ങി വന്നില്ല. അപ്പോഴായിരുന്നു പുറത്തൊരു കുതിരയുടെ കുളമ്പടി ശബ്ദം ഞാൻ കേട്ടത്. കുറച്ച് നിമിഷത്തിനകം ഒരു ലാമ്പും കത്തിച്ചുകൊണ്ട് ഡോക്ടർ സാഹിബ് അകത്തു വന്നു. ഒന്നും പറയാതെ, ഒന്നും സംസാരിക്കാതെ എന്നെയും എടുത്ത് വീട്ടിൻ്റെ പുറത്ത് കൊണ്ടുപോയി കുതിരയിൽ കയറ്റി അയാളുടെ വീട് ലക്ഷ്യമാക്കി ഓട്ടിച്ചു. പിന്നെ കുറച്ച് സമയത്തിനകം തന്നെ ഞാൻ അവിടെ എത്തി. എന്നെ എടുത്തുകൊണ്ട് അയാൾ വീട്ടിനുള്ളിലേക്ക് പോയി. അവിടെ ഡൊറോത്തി മദാമ എന്നെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ അമ്മയെ അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല. പാവമ്മ. എന്നെ പതുക്കെ അവർ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു തരം മനം മടിപ്പിക്കുന്ന രക്തത്തിൻ്റെ രൂക്ഷഗന്ധം അവിടെ ആകെ തളം കെട്ടി നിൽപ്പുണ്ടായിരുന്നു. ഡൊറോത്തി മദാമയോട് ഒരുപാട് വട്ടം ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ച് ചോദിച്ചു. പക്ഷേ ഒരു ചിരിയല്ലാതെ ആ കള്ളക്കിളവി ഒന്നും പറഞ്ഞില്ല. മനസ്സിൽ എന്തെന്നില്ലാത്തൊരു ഭയം നിഴലിക്കുവാൻ തുടങ്ങി. വീടിൻ്റെ ഉള്ളിൽ പോകും തോറും സായിപ്പിൻ്റെ പിടുത്തം മുറുകി.
എന്നെ ഒരു മേശപ്പുറത്തിരുത്തി. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തിന്നാൻ തരുവാനായിരിക്കുമെന്ന്. പതിയെ ആ മദാമ ഒരു കള്ളച്ചിരി പാസാക്കിക്കൊണ്ട് അടുക്കളയിലേക്ക് പോയി. പിന്നിൽ നിന്നൊരു അലർച്ച കേട്ട ഞാൻ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കിയത്. എൻ്റെ അമ്മയുടെ കഴുത്തറുത്ത ശേഷം എൻ്റെ പിന്നിൽ നിൽക്കുകയായിരുന്നു ആ മദാമ. പാവം, എൻ്റെ അമ്മ അപ്പോഴും നിലത്ത് കിടന്ന് പിടയുന്നുണ്ടായിരുന്നു, ഒരിറ്റു പ്രാണന് വേണ്ടി. അടുത്ത നിമിഷം ആ കള്ളക്കിളവി എൻ്റെ നിരകി കത്തിയും കാണിച്ച് പാഞ്ഞെടുത്ത് എൻ്റെ സകല ജീവനോടെ വെച്ച് പോയി. അപ്പോഴായിരുന്നു അത് സംഭവിച്ചത്. എന്താ പൂപ്പ സംഭവിച്ചത്? ചന്തുവും ടോണിയും ഒരേ സ്വരത്തിൽ ചോദിച്ചു. മഴ നിന്നില്ലേ, ഇനി പോയിക്കൂടെ? പിന്നെയുള്ള കഥ പിന്നെ പറഞ്ഞു തരാം എന്നും പറഞ്ഞ് നാണോപ്പൻ അവരെ ശ്രദ്ധിക്കാതെ അവിടെ വിരിച്ചിരുന്ന പായയിൽ കിടന്നു. നീ വാടാ, ഇയാൾ ഓരോ തള്ളുകഥയും പറഞ്ഞ് മനുഷ്യനെ പേടിപ്പിക്കാൻ. ഇതും പറഞ്ഞ് ചന്തു പുറത്തേക്ക് ഇറങ്ങി. നേരം പുലരുവാൻ ഇനി അധികം നേരമില്ലെന്ന് മനസ്സിലാക്കിയ ചന്തു ടോണിയും പിടിച്ചുകൊണ്ട് വീട് ലക്ഷ്യമാക്കി നടന്നു. സെബാസ്റ്റ്യൻ ഇരച്ചുകൊണ്ട് ഓടുകയാണ്. ചുറ്റും ഒന്നും കാണാൻ സാധിക്കുന്നില്ല. പലപ്പോഴായി റബ്ബറിന്റെ വേരുകളിൽ തട്ടി നിലത്ത് വീഴുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും വകവയ്ക്കാതെ അയാൾ മുന്നോട്ടേക്ക് തന്നെ ലക്ഷ്യമില്ലാത്തൊരു ഓട്ടം. കുറച്ചു നിമിഷത്തിന് ശേഷം വേഗതയോടുകൂടിയ ഓട്ടത്തിന്റെ ഫലമായി സെബാസ്റ്റ്യൻ നല്ല രീതിയിൽ കിതയ്ക്കുവാൻ തുടങ്ങി. ഇനി ഒരു പടി മുന്നോട്ടേക്ക് ഓടാൻ സാധിക്കില്ലെന്ന് മനസ്സിലാക്കിയ സെബാസ്റ്റ്യൻ തൊട്ടടുത്തുള്ള ഒരു പൊന്തക്കാട്ടിലിരുന്നു. പക്ഷേ അയാളുടെ കയ്യിലെ ടോർച്ചിന്റെ വെട്ടം അയാൾ ഓഫാക്കിയില്ല. ശക്തമായി വീശുന്ന കാറ്റിന്റെ ഫലമായി റബ്ബർ മരങ്ങൾ നല്ല രീതിയിൽ ആടിയുലയുന്നുണ്ടായിരുന്നു. കൊഴിഞ്ഞു വീഴുന്ന ഇലകൾ സെബാസ്റ്റ്യന്റെ ശരീരത്തിലും വന്നു പതിച്ചുകൊണ്ടിരുന്നു. എടാ ചന്തു, വേഗം നടക്ക്, വീണ്ടും മഴ തുടങ്ങാനുള്ള ലക്ഷണമുണ്ട്. നമുക്ക് ആ റബ്ബർ തോട്ടം വഴി പോയാലോ? വേഗത്തിലെത്താം, ടോണി പറഞ്ഞു നിർത്തി. ശരിയെന്ന മട്ടിൽ ചന്തുവും തലയാട്ടി. പിന്നെ ഒട്ടും വൈകിയില്ല. റബ്ബർ തോട്ടത്തിനുള്ളിൽ അവർ കടന്നു. ചെറിയ രീതിയിൽ ചാറ്റൽ മഴ ആരംഭിച്ചിരുന്നു. എന്നാൽ നിബിഡമായി വളർന്നുകൊണ്ടിരിക്കുന്ന റബ്ബർ മരങ്ങൾക്കിടയിൽ കൂടി മഴത്തുള്ളികൾ നിലത്ത് പതിക്കുന്നില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു അവർ ആ അലർച്ച കേട്ടത്. ഒരു നിമിഷം അവർ സ്തംഭിച്ചു നിന്നുപോയി. പെട്ടെന്ന് ചന്തു ടോണിയുടെ കൈയും പിടിച്ചുകൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഓടി. കുറച്ചകലെയായി അവർ ഇരുവരും ഒരു പ്രകാശം കണ്ടു. അതൊരു ടോർച്ചിന്റെ വെളിച്ചമാണെന്ന് അവർക്ക് മനസ്സിലായി. അപ്പോഴും ആ നിലവിളി മുഴങ്ങിക്കേട്ടുകൊണ്ടിരുന്നു. അവിടെ ഓടിയെത്തി അവർ കണ്ട കാഴ്ച വളരെ ഭയാനകരമായിരുന്നു. സ്ത്രീയുടേതെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രൂപം, അതിൻ്റെ കയ്യിൽ പിടയുന്ന ഒരു മനുഷ്യരൂപം. സെബാസ്റ്റ്യൻ അച്ചായന, ടോണി വിറയാർന്ന സ്വരത്തിൽ പറഞ്ഞു. പക്ഷേ നിശ്ചലനായി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുക മാത്രമാണ് ചന്തു ചെയ്തത്. സെബാസ്റ്റ്യൻ തൻ്റെ പ്രാണനു വേണ്ടി അപ്പോഴും നിലവിളിക്കുന്നുണ്ടായിരുന്നു. അടുത്ത നിമിഷം ആ സ്ത്രീരൂപം റബ്ബർ തോട്ടം കിടുങ്ങുമാറി അലറിക്കൊണ്ട് സെബാസ്റ്റ്യന്റെ കാണ്ഡത്തിന്റെ മുക്കാൽ ഭാഗവും കടിച്ചെടുത്തു. ആ കടിച്ചെടുത്ത ഭാഗം ആസ്വദിച്ച് ചവച്ചരച്ച് ഭക്ഷിക്കുകയും ചെയ്തു. ഇതും കൂടെ കണ്ടതോടെ ടോണിക്ക് തൻ്റെ സമനില തെറ്റുന്നതായി തോന്നി. അവൻ നിലവിളിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ഓടി. ടോണിയുടെ നിലവിളി ആ സ്ത്രീരൂപവും കേട്ടിരുന്നു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ ചന്തു ആ സ്ത്രീരൂപത്തെ വളരെ വ്യക്തമായി കണ്ടു. ചുവന്ന ഗൗൺ ധരിച്ചുകൊണ്ട് ടോണിക്ക് നേരെ ആ രൂപം പാഞ്ഞെടുത്തു. കാൽപാദങ്ങൾ നിലത്ത് തൊടുന്നില്ലായിരുന്നു. വായുവിലൂടെ അവൾ മുന്നോട്ടേക്ക് നീങ്ങി. ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ചന്തുവിൻ്റെ അധരങ്ങൾ വിറയിലൂടെ മന്ത്രിച്ചു. എന്നാൽ ഇതേ സമയം ടോണി റബ്ബർ കാട്ടിന്റെ ഉള്ളിലേക്ക് നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. പിന്നാലെ ഡൊറോത്തി മദാമ എന്ന രക്തരക്ഷസ്. ചന്തു അപ്പോഴേക്കും ബോധം കെട്ട് നിലത്ത് വീണിരുന്നു. പുറകിൽ അലറി വിളിച്ചുകൊണ്ടുള്ള രക്തരക്ഷസിന്റെ വരവ് കണ്ട ടോണിയുടെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടിരുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ ടോണി മുന്നോട്ടേക്ക് ഓടി. പെട്ടെന്നായിരുന്നു അത് സംഭവിച്ചത്. ശക്തമായ കോടം മഞ്ഞിനെ കീറിമുറിച്ചുകൊണ്ട് സൂര്യന്റെ പൊൻകിരണങ്ങൾ റബ്ബർ തോട്ടത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചത്. അത്രയും നേരം നിശ്ചലമായിരുന്ന റബ്ബർ തോട്ടത്തിൽ പക്ഷികളുടെ ചിറകടി ശബ്ദമുയർന്നു. നേരം വെളുത്തിരിക്കുന്നു. ടോണി ഭയത്തോടെ പിന്നിലേക്ക് നോക്കി. മൂടൽ മഞ്ഞിനോടൊപ്പം ഒരു പുകമറ ഉള്ളിലേക്ക് വരിഞ്ഞു പോകുന്ന കാഴ്ചയാണ്
ടോണിക്ക് അവിടെ കാണാൻ സാധിച്ചത്. അതിനോടൊപ്പം ഒരു സ്ത്രീയുടെ അലർച്ചയും. ഇതൊരു തുടക്കമാണെന്ന് ഉള്ളിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നതായി ടോണിക്ക് അനുഭവപ്പെട്ടു. ആരാണ് ഈ ഡൊറോത്തി മദാമ? ഈ രക്തരക്ഷസിനെ എങ്ങനെ തളയ്ക്കാൻ സാധിക്കും? ഇതിൻ്റെ പൂർണ്ണ കഥാരൂപം ഉടനെ വരുന്നതായിരിക്കും. ഡൊറോത്തി മദാമ എന്ന രക്തരക്ഷസ്. കാത്തിരിക്കുക, ഉടൻ വരും.